Good morning, my dear students. ഞാൻ കെമിസ്ട്രി സ്റ്റാഫാണ്. നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ചരിത്രം ഞാനൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിലെത്തി, 8ാം ക്ലാസ്സിലെത്തി, 9ാം ക്ലാസ്സിലെത്തി, 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ് ഒരു ചെറിയ ജംഗ്ഷനായിരുന്നു. എന്താണ് ആ ജംഗ്ഷൻ്റെ പ്രത്യേകത? പോളിടെക്നിക്, ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകൾക്ക് പോകാമായിരുന്ന ഒരു ചെറിയ ജംഗ്ഷൻ. 10ൽ നിന്നും 11ലെത്തി, 11ൽ നിന്നും 12ലെത്തി. ആ 12ാം ക്ലാസ് എന്ന ജംഗ്ഷൻ ഒന്ന് നോക്കൂ, എന്തു വലിയ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനെ പോലെ പ്രാധാന്യമുള്ള ഒരു ജംഗ്ഷൻ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ആ ജംഗ്ഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തു വേണം? ആ ജംഗ്ഷനിൽ നിന്നും ഒരു നല്ല വഴിയിലൂടെ പോകണം. ഇത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരായാലും നിങ്ങളുടെ പേരൻസിനും നിങ്ങൾക്കുമെല്ലാം ആഗ്രഹം ഈ ജംഗ്ഷനിൽ നിന്നും ഒരു നല്ല വഴിയിലൂടെ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഏതെന്ന് ചോദിച്ചാൽ 12th സ്റ്റാൻഡേർഡ് എന്ന ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ വെച്ച് നമ്മൾ എൻട്രൻസ് പരീക്ഷ എഴുതുന്നു. ആ എൻട്രൻസ് പരീക്ഷയിൽ വെച്ച് നമുക്ക് കിട്ടേണ്ട റാങ്ക് കിട്ടുന്നില്ല എന്നൊരവസ്ഥ വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വാശി ഉണ്ടാകണം. നമുക്ക് വീണ്ടും ഒന്നുകൂടി അത് എഴുതണം. ആ ഒരു വാശിയിൽ നിന്നാൽ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു വർഷത്തെ പ്രവർത്തന ഫലമായി നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള അടുക്കും ചിട്ടയോടും കൂടിയുള്ള മുന്നോട്ടുള്ള പോക്കായിരിക്കണം. അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാം? അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നും ഒരു നല്ല വഴിയിലേക്ക് പോകുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? 1, നിങ്ങളെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട ജോലി, ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയുമ്പോൾ, ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നിങ്ങളെ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും വലിപ്പമുള്ള ഒരു 6-7 ഷീറ്റുകൾ തയ്യാറാക്കുന്നു. ആ ഷീറ്റുകൾ ഒന്ന് സ്റ്റാപ്ലർ അടിച്ച് പിൻ ചെയ്തു. അതിൻ്റെ മുകളിൽ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരെഴുതുന്നു. അതിനുശേഷം ചെറിയ അക്ഷരങ്ങളിൽ അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മുഴുവൻ രേഖപ്പെടുത്തുവാൻ വെറും 6-7 ഷീറ്റ് മതിയാകും. അത് ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും അത് രേഖപ്പെടുത്തുവാൻ ഇതിൻ്റെ ഒരു 6-7 ഷീറ്റ് മതിയാകും. ആ ഷീറ്റിലേക്ക് നിങ്ങൾ പോയിൻറ്റ്സ് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എഴുതുന്നതിന് തുല്യമാണ്. ഒരു ചാരുകസേരയിൽ ചാരിക്കടന്നുകൊണ്ട് വായിക്കുന്നതും എന്നാൽ വായിച്ച കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് രേഖപ്പെടുത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. എൻട്രൻസ് പരീക്ഷ എത്തുമ്പോൾ ആ പതിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ നിന്നൊരു നല്ല വഴിയിലേക്ക് പോകുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു. ഓരോ ചാപ്റ്ററും പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇതുപോലൊരു ചെറിയ ഷീറ്റിൽ എഴുതി വെക്കുന്നു. അതെഴുതി കഴിഞ്ഞാൽ അടുത്ത ജോലി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. വളരെ ബ്രില്യൻ്റായ പല വിദ്യാർത്ഥികളും എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ പുറകിപ്പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് റിവിഷൻ്റെ അപര്യാപ്തതയാണ്. 11ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പോർഷൻ 12ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഏതാണ്ട് മറവിയിലെത്തുന്നു.
നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 11ലെയും 12ലെയും എല്ലാ ചാപ്റ്ററിനും ഈക്വലായ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചേ മതിയാകും. അപ്പം 11ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പോയിൻറ്റുകളൊക്കെ 12ാം ക്ലാസ്സിലെത്തിയപ്പോൾ മറന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം റാങ്ക് ലിസ്റ്റിൽ പലരും പുറകിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പോയിൻ്റ് തയ്യാറാക്കിയ ഈ ഷീറ്റ് പേപ്പർ, ആ ഷീറ്റിലൂടെ ഒന്ന് കണ്ണോടിക്കുവാൻ പരമാവധി 10 മിനിറ്റ് മതിയാകും. എന്തിന് 10 മിനിറ്റ്? ഒരു ചാപ്റ്റർ പഠിച്ച് അതിലെ പോയിൻറ്റുകൾ മുഴുവൻ കൃത്യതയോട് നോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യുവാൻ നിങ്ങൾക്ക് പരമാവധി 10 മിനിറ്റ് മതിയെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അതൊരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് അതിലെ പോയിൻറ്റുകൾ മുഴുവൻ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയും. ഫോർ എക്സാമ്പിൾ, അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ എത്ര ഇക്വേഷൻസാണ്. നിങ്ങൾ ആ ഇക്വേഷനുകൾ ഇതുപോലെ ഷീറ്റിൽ തയ്യാറാക്കിയാൽ, അത് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ പിന്നെ നിങ്ങളത് മറക്കില്ല. അതുകൊണ്ട് അത്യാവശ്യമായി ചെയ്യേണ്ട ജോലി ഇതാണ്. തയ്യാറാക്കി കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഒരു ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ റിവൈസ് ചെയ്യുവാൻ നിങ്ങളെടുക്കുന്ന മാക്സിമം ടൈം 10 മിനിറ്റ് ആയിരിക്കും. 10 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ മുഴുവനും നിങ്ങൾക്ക് റിവൈസ് ചെയ്യുവാൻ കഴിയും. കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയിൽ 30 ചാപ്റ്ററാണുള്ളത്. അപ്പോൾ 30 ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ എടുക്കുന്ന സമയമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുക്കും ചിട്ടയോടും കൂടുള്ള ഒരു പഠനം നമ്മുടെ മനസ്സിലേക്ക് വരും. എന്ന് മാത്രവുമല്ല, ഈ അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾ ഈ ജംഗ്ഷനിൽ വെച്ച് നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലും ആ അടുക്കും ചിട്ടയും മനസ്സിലേക്ക് വരും. പിന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിലും നിങ്ങളുടെ അടുക്കും ചിട്ടയും തീർച്ചയായും ഉണ്ടായിരിക്കും. നിങ്ങൾ 200 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ആ അടുക്കും ചിട്ടയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ, നിങ്ങൾ നീറ്റ് പരീക്ഷയാവട്ടെ, കീം പരീക്ഷയാവട്ടെ, JEE പരീക്ഷയാവട്ടെ, ഈ പരീക്ഷയിലെല്ലാം നിങ്ങളുടെ ആധികാരികമായ ഗ്രന്ഥം NCERT ടെക്സ്റ്റാണ്. സംശയമുണ്ടെങ്കിൽ 2022 നടന്ന നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കൂ. നീറ്റിൻ്റെ പരീക്ഷയിൽ അല്ലെങ്കിൽ കീമിൻ്റെ പരീക്ഷ 2022 നടന്ന കീം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിശോധിക്കൂ. അതിൽ NCERT ടെക്സ്റ്റിൽ നിന്ന് പുറത്തുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി എൻ്റെ അടുത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് ഞാൻ 1,00,000 രൂപ സമ്മാനമായി തരും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ആധികാരികമായ ഗ്രന്ഥം ആരാണ്? NCERT ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് വായിച്ചേ മതിയാകൂ. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാം. അതെങ്ങനെ വായിക്കണമെന്ന് കൂടി പറയാൻ പോവുകയാണ്. റിപ്പീറ്റേഴ്സിന് ഏതാണ്ട് 1 വർഷത്തോളം സമയം കിട്ടും. നിങ്ങൾ ആദ്യമായി ഒരു ചാപ്റ്റർ പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നു. NCERT ടെക്സ്റ്റ് തുറന്ന് അത് വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പെൻസിലുണ്ടാകണം. ആ NCERT ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും, ഈ സെൻറ്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് പെൻസിൽ കൊണ്ട് ആ പോയിൻ്റ് മാർക്ക് ചെയ്യുക. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ആ പോയിൻറ്റുകളൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ആ റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത ആ പോയിൻറ്റുകളൊക്കെയാണ് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2022 കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ NCERT ടെക്സ്റ്റിലെ കെമിസ്ട്രിയിലെ പോളിമേഴ്സ് പഠിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട്. നിയോപ്രീൻ ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കൺവെയർ ബെൽറ്റ്, ഹോസ് പൈപ്പ് ആൻഡ് ഗ്യാസ്കറ്റ്. പ്രഷർ കുക്കറിൻ്റെ ഗ്യാസ്കറ്റ്.
ഈ സെൻറ്റൻസ് പോളിമർ എന്ന ചാപ്റ്ററിലുണ്ട്. 2022 കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. എന്ത് കാണാം? കൺവെയർ ബെൽറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് പോളിമർ? ആൻസർ നിയോപ്രീൻ. അപ്പോൾ ആ പെൻസിൽ കൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പെൻസിൽ കയ്യിലുണ്ട്, ആ ബുക്ക് വായിക്കുമ്പോൾ ആ പെൻസിൽ കൊണ്ട് അത് മാർക്ക് ചെയ്യണം. ആ പോയിന്റുകൾ ഈ പേപ്പറിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റു ചില കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ വന്ന് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ യൂണിറ്റും കഴിയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും. 2 or 3 യൂണിറ്റുകൾ കഴിയുമ്പോൾ അതിൻ്റെ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാകും. റാങ്ക് ലിസ്റ്റിൽ പുറകിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഒരു നിശ്ചിത സമയം കൊണ്ട് ഒരു നിശ്ചിത നമ്പർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നീറ്റ് പരീക്ഷയിലാണെങ്കിൽ നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻ എഴുതണം. ആ 180 ക്വസ്റ്റ്യൻ എഴുതുവാൻ 180 മിനിറ്റേ ഉള്ളൂ. ഒരു നിശ്ചിത നമ്പർ നിശ്ചിത സമയം കൊണ്ട് എഴുതാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ പുറകിപ്പോകും. അതിനാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് ടെസ്റ്റുകൾ, അത് പല പല യൂണിറ്റ് കഴിയുമ്പോൾ റിവിഷൻ ടെസ്റ്റുകൾ കഴിയുമ്പോൾ മോഡൽ നീറ്റ് എക്സാമിനേഷൻ, മോഡൽ JEE എക്സാമിനേഷൻ, മോഡൽ കീം എക്സാമിനേഷൻ. കാരണം അതിനൊക്കെ മോഡലിന് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. മറ്റൊന്ന്, നിങ്ങളുടെ പേരൻസിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഈ ജംഗ്ഷനിലാണ്. നിങ്ങൾ 10 കോടി രൂപ കൊണ്ട് പേരൻസിന് കൊടുത്താലും കിട്ടാത്ത സന്തോഷമായിരിക്കും ഈ ജംഗ്ഷനിൽ നിന്നൊരു നല്ല വഴിയിലൂടെ പോകാൻ കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ അധ്യാപകർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം കൊടുക്കാൻ പോകുന്ന ജംഗ്ഷൻ ഇതാണ്. എന്താണ് ആ പ്രതിഫലം? നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു നല്ല വഴിയിലൂടെ പോകാനുള്ള അഡ്മിഷൻ ലഭിച്ചാൽ അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. മറ്റൊന്ന്, കെമിസ്ട്രിയിൽ 3 ബ്രാഞ്ചുകളുള്ളതായി നിങ്ങൾക്കറിയാം. ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി. അതിൽ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് മുഴുവൻ പ്രിൻസിപ്പിൾസാണ്. ഓർഗാനിക് കെമിസ്ട്രി, ഒരു ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ബുക്ക് തുറന്ന് കയ്യിലൊരു പെന്നുമായി ഇരുന്നാൽ മാത്രമേ പഠിക്കാൻ കഴിയൂ. എഴുതി മാത്രം പഠിക്കാവുന്നൊരു ബ്രാഞ്ചാണ് ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾക്കറിയാം, കാനിസാരോ റിയാക്ഷൻ അല്ലെങ്കിൽ ഫ്രെഡിൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ആ റിയാക്ഷനുകളൊക്കെ എന്താണെന്ന് മനസ്സിൽ പതിയണമെങ്കിൽ പേപ്പറിൽ എഴുതണം. അതുപോലെ വിദ്യാർത്ഥികൾ ഏറ്റവും പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ബ്രാഞ്ചാണ് ഇനോർഗാനിക് കെമിസ്ട്രി. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എക്സെട്ര. അതുകൊണ്ട് ആ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ നന്നായി NCERT ടെക്സ്റ്റ് വായിക്കണം. അത് എഴുതുകയല്ല, വായിക്കണം. അതേസമയം ഫിസിക്കൽ കെമിസ്ട്രി ഒരു പ്രിൻസിപ്പിൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കും. എന്നാൽ ഓർഗാനിക് കെമിസ്ട്രി മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതി പഠിക്കണം. ഇനോർഗാനിക് കെമിസ്ട്രി പല പ്രാവശ്യം വായിച്ചാലും മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അത് പല പ്രാവശ്യം NCERT ടെക്സ്റ്റ് വായിക്കണം. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത പോയിന്റുകൾ വീണ്ടും റിവൈസ് ചെയ്യുകയും വേണം. ഇതുപോലുള്ള ഷീറ്റിൽ തയ്യാറാക്കുകയും വേണം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിങ്ങൾ അടുക്കും ചിട്ടയോടും മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനവും അടുക്കും ചിട്ടയോടും കൂടി നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും സ്വീകരിക്കും എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. So that is all about these points. Thank you very much.